ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയായിട്ടാണ്. ഉണക്കച്ചെമ്മീൻ കായക്കറി. നല്ല ടേസ്റ്റാണ്. ഇതൊരു കറി മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കറി തയ്യാറാക്കാനുള്ള ചട്ടിയിലേക്ക് തലയും വാലും കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പോളം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ പച്ചക്കായ, അതായത് നേന്ത്രക്കായ, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. ഡൈസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ, അതായത് ചതുര കഷ്ണങ്ങളായിട്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് വലുതാണ്, അത് 2ആക്കി ഒടിച്ച് ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി പുളിക്ക് ആവശ്യമുള്ള വാളംപുളി വെള്ളം ചേർത്ത് കൊടുക്കാം. വാളംപുളിക്ക് പകരമായിട്ട് കുടംപുളിയും ചേർക്കാം കേട്ടോ. ആവശ്യമുള്ള കുടംപുളി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കായ വേകാനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇനി സ്റ്റൗ കത്തിച്ച് മീഡിയം ഹീറ്റിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ചതിന് ശേഷം 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പച്ചക്കായ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 ചെറുള്ളി ചേർത്ത് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഉണക്കച്ചെമ്മീനും കായം വേവിക്കാൻ വെച്ചിട്ട് 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി കായൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയിലാണ് അരപ്പിരിക്കുന്നത്. മിക്സിയുടെ ജാറിലുള്ള അരപ്പ് കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഇതിലേക്ക് ചുറ്റിച്ച് ചേർക്കാം. കുറച്ച് കട്ടിയിലുള്ള ഗ്രേവിയാണ് വേണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കട്ടിയിൽ തന്നെ അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ കുറേശ്ശെ ചേർത്താണ് ഈ അരപ്പ് അരച്ചെടുത്തത്. ഇനി അരപ്പെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് 3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ അരപ്പൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും, പാകത്തിന് കുക്കാകും. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉണക്കച്ചെമ്മീൻ കായക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള വറവ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വറവ് ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വീതം 2 പ്രാവശ്യം കടുക് ചേർത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉലുവ പാകത്തിന് മൂത്തിട്ടുണ്ടാവും. ഇതിലേക്ക് ഇനി വട്ടത്തിലരിഞ്ഞ ചെറുള്ളി, വേപ്പില, നേരിയതായി സ്ലൈസ് ചെയ്ത ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം. ഉള്ളിയൊക്കെ ഇതുപോലെ നല്ലതുപോലെ മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഉണക്കച്ചെമ്മീൻ കായക്കറിയുടെ വറവും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. താളിപ്പ് ചേർത്താൽ ഉടനെ തന്നെ ഉപയോഗിക്കരുത്. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു കറിയാണ്. മീൻ കറിനേലും വളരെ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത്. ഇത് ഒഴിച്ച കറിയായിട്ട് മാത്രമല്ല, നമുക്ക് ഒരു കറി മാത്രമായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു.